നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ വിഷയം ഭയത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക്, ഫിയർ ടു ട്രസ്റ്റ്. നമ്മളോട് സംസാരിക്കുന്നത് ഷൈൻ ചേട്ടൻ വയനാടാണ്. ഷൈൻ ചേട്ടനെ ജ്വാല ഓൺലൈൻ മീറ്റിങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഷൈൻ ചേട്ടാ, നമുക്ക് തുടങ്ങാം. ഞാനൊരു അഭ്യാസക്തൻ അനുഗ്രഹത്താലും പ്രോഗ്രാമിന്റെ സഹായത്താലും ഇന്നേ ദിവസം അധ്യയിച്ചിട്ടില്ല. എൻ്റെ പേര് ഷൈൻ. വളരെ ഇച്ചിരി സൗണ്ട് കുറവാണോ? ഞാൻ ഇയർഫോൺ ഇപ്പൊ ക്ലിയർ അല്ലേ? ഹെഡ്ഫോൺ ആയിക്കോട്ടെ. അപ്പോ ഈ ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞു. കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ തന്നെ ഏറ്റവും ഇന്നിപ്പോ രാമേട്ടന് എന്നോട് പറഞ്ഞ ഈ ഭയം, വിശ്വാസം, ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വളരെ ഈ ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് കടന്നു വന്ന ശേഷമാണ് ഇത്തരം ഈ ഒരു തിരിച്ചറിവിലേക്ക് വരാൻ കഴിഞ്ഞതിനെ ഒരു നന്ദിയോട് കൂടിയിട്ട് ഞാൻ ഓർക്കുകയാണ്. എല്ലാത്തിൻ്റെയും ഒരു അടിത്തറ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രതിദിന മനനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ ഓരോ ദിവസമായിട്ട് വായിച്ചു വന്ന പ്രതിദിന മനനങ്ങളിൽ ഏറ്റവും കൂടുതൽ പേജുകൾ ചെലവഴിച്ചിരിക്കുന്നത് ഭയം, വിശ്വാസം, ഈ രണ്ട് കാര്യങ്ങളിലാണ്. ഓരോരുത്തർക്കും ഈ പ്രതിദിന മനനത്തിന്റെ അവസാന പേജിൽ ഭയം എത്ര പേജ് കൊടുത്തിരിക്കുന്നു, അതുപോലെ വിശ്വാസത്തെക്കുറിച്ച് എത്ര പേജ് കൊടുത്തിരിക്കുന്നു കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് ലാസ്റ്റ് പേജിൽ പ്രതിദിന മനനത്തിന്റെ ലാസ്റ്റ് പേജിൽ അത് ഓരോ പേജും ഉള്ള ഭയത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിൽ ഓരോ പേജുകളിലും ഈ ഭയത്തെക്കുറിച്ച് നമ്മളുടെ സാഹിത്യങ്ങളിലുള്ള എഴുത്തുകളെ ആദ്യം കൊടുക്കുകയും പിന്നെ അതിനെ സുഹൃത്തുക്കള് അവരുടെ അനുഭവങ്ങളിലൂടെ വിശദീകരിക്കുന്നതായിട്ടാണ് പിന്നെ കൊടുത്തിട്ടുള്ളത്. വളരെ കൃത്യമായിട്ട് ഹൃദയത്തിൽ നിന്നുള്ള വിശദീകരണങ്ങളാണ് അതിനകത്ത് കൊടുത്തേക്കുക. അതുകൊണ്ട് തന്നെ ഓരോ വർഷം കഴിയുന്തോറുമുള്ള വായനയിൽ അത് കൂടുതൽ മനസ്സിലായി വരും. മദ്യപിക്കുന്ന ഒരു കാലഘട്ടത്തില് കുറെ ഇത്തരം ഒരു കാര്യങ്ങളും മാനസികമായിട്ടുള്ള ഒരു കാര്യങ്ങളും എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നറിയാം. എനിക്ക് കൃത്യമായിട്ട് എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ട് എന്നറിയാം. പക്ഷെ അതെന്താണ് അതിന് കാരണം? കുടി മാത്രമല്ല പ്രശ്നം. എനിക്ക് കുടിയുടെ ഒപ്പം 2 കുടിയുടെ ഇടവേളയിലും എനിക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. അതിലൊരു പ്രധാന കാര്യമാണ് ഈ ഭയം എന്ന് പറയുന്ന കാര്യം. എല്ലാ അസംതൃപ്തിയുടെയും എല്ലാ ചിന്തകളിലും ഏറെ നേരം നിറയുന്നൊരു കാര്യമാണ് ഈ ഭയം. അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിൽ ചെന്ന്
ആദ്യ കാലങ്ങളിലെ ഷെയറിങ്ങുകളിൽ ഞാനൊരു 12 വർഷം മുമ്പ് ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിപ്പെടുമ്പോൾ അന്നത്തെ സുഹൃത്തുക്കളുടെ ഷെയറിങ്ങുകളിൽ എനിക്കെന്താണോ ഉള്ളത് അത്തരം കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് ഈ ഭയങ്ങളെ കുറിച്ചാണ്. നമ്മളെപ്പോഴും വായനകളിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ സിനിമകളിൽ നിന്ന് കണ്ട മനുഷ്യന്മാർ ശ്രദ്ധിക്കുന്ന വലിയ ഭയങ്ങളെക്കുറിച്ച് മാത്രമല്ല, അതിനെക്കുറിച്ച് ഡോക്ടർമാർ ക്ലാസ് എടുക്കുകയും ഭയം കുറയ്ക്കാനുള്ള കുറെ കാര്യങ്ങൾ ശാസ്ത്രീയമായി പറയുകയൊക്കെ ചെയ്യുന്നത് പലപ്പോഴും എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ഒരാളോട് ഒന്ന് പറയാൻ പോലും കഴിയാത്ത തരത്തിലുള്ള എല്ലാ കാര്യങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭയം. സത്യത്തിൽ അത് ഒരു പൊങ്ങച്ചക്കാരനെ പോലെ എല്ലാത്തിനെയും വളരെ ലാഘവത്തോടെ നേരിടുന്ന ഒരാളായിട്ട് പലരുടെയും മുന്നിൽ, ഉള്ളിൽ ഈ വിങ്ങലൊക്കെ ഉണ്ടെങ്കിലും പലരുടെയും മുന്നിൽ തമാശ പോലെയോ വളരെ ലാഘവത്തോടു കൂടിയൊക്കെ കാര്യങ്ങൾ പറയുന്ന എന്നെ പോലുള്ള ഒരാൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഈ ഭയത്തെ ഒരാളോട് പറയാൻ കഴിയില്ല. അത് യഥാർത്ഥ ഭയം എന്ന് പറയുമ്പോൾ ഇപ്പോ ഞാൻ എപ്പോഴും ഇപ്പോ ഈ എല്ലാ മീറ്റിങ്ങുകളിലും ഞാൻ ആദ്യ കാലങ്ങളിൽ പോകുമ്പോൾ ചില സുഹൃത്തുക്കൾ പറഞ്ഞ് ഞാൻ കേൾക്കും. അവിടെ ഇരുന്നുള്ള എൻ്റെ ആലോചനയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ കേൾക്കുന്ന ഒരു കാര്യം, രാവിലെ ഒരു ഫോൺ വരുമ്പോൾ അതെന്തായിരിക്കും, എന്തായാലും കുഴപ്പമായിട്ടുള്ള കാര്യമായിരിക്കും എന്ന് തുടങ്ങുന്ന ഒരു ഭയം സുഹൃത്തുക്കൾ പറയുന്നു. ഞാൻ കേൾക്കുന്നു, എന്നിലും അതുണ്ട്. എന്നിലും ഞാൻ നേരത്തെ ആ ഭയം അനുഭവിച്ചിരുന്നു. ആരെങ്കിലും വന്ന് വാതിലിൽ മുട്ടുന്നു എങ്കിൽ അതിനെ നേരിടാൻ എന്തായിരിക്കും, ഇന്നലെ എന്തൊക്കെ സംഭവിച്ചു പോയി, ഇന്നലെ അയാളോട് അത് പറഞ്ഞു പോയോ, ഇനി പുറത്തിറങ്ങുമ്പോൾ അയാൾ എന്നെ തല്ലുമോ, അയാൾ എന്നെ കളിയാക്കുമോ എന്ന് തുടങ്ങുന്ന 100 കൂട്ടം ഭയങ്ങൾ. അങ്ങനെ ഒരറ്റത്ത് നിന്ന് ഇങ്ങനെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ക്ലോസ്ഡ് മീറ്റിങ്ങുകളുടെ ഷെയറിങ്ങുകളിൽ നിന്ന് ഞാൻ പല ഭയങ്ങളെ കുറിച്ച് കേൾക്കുന്നു. ഇതിന്റെ പല പാർട്ടുകൾ എന്നിലുണ്ട്. അപ്പോ ഞാൻ വളരെ ശ്രദ്ധിച്ചിരിക്കുന്നു. അപ്പോ യഥാർത്ഥത്തിൽ അന്നേ ആലോചന തുടങ്ങിയോ എന്ന് എനിക്കറിയില്ല. ഇത് കൂടാതെ തന്നെയുള്ള എൻ്റെ ഭയങ്ങളെ ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോ പല തരത്തിലുള്ള ഭയങ്ങൾ കടന്നു വരാം. അപ്പൊ ഏറെ വലിയ ഭയങ്ങളൊക്കെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. അതായത് കട്ടിലിന്റെ അടിയിൽ കൂടെ പാമ്പ് വരുന്നതായിട്ട് തോന്നുക, അതിന് താഴെ കാല് വെച്ചിട്ട് കാല് പൊന്തിച്ചു വയ്ക്കുക, അങ്ങനെ തുടങ്ങി അനേക ഭയങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസ് മീറ്റിങ്ങിൽ നിന്ന് ഞാൻ കേൾക്കുന്നു. അപ്പൊ അതിനിടയിൽ ഇപ്പൊ ഞാൻ ഒരാളൊരു ഭയത്തെക്കുറിച്ച് പറയുമ്പോൾ, ഞാൻ രാത്രി എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും അനുജനും താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ ചില ഫോറസ്റ്റ് ഏരിയയിൽ കൂടെയൊക്കെ ഞാൻ ബൈക്കിൽ പോവാറുണ്ട്. അപ്പം ഈ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഞാൻ രാത്രി മദ്യപാനത്തിന്റെ സമയത്ത് എന്നെ വിളിച്ചു പറയാറൊന്നുമില്ല. ഞാനൊരു രാത്രിയൊക്കെ അവിടെ ഇരുന്ന് ഫുട്ബോൾ കളി കാണുകയോ അല്ലെങ്കിൽ മദ്യപിച്ച് അതിൻ്റെ ഒപ്പം ഇരുന്നിട്ടൊക്കെ ഇങ്ങനെ താമസിച്ച് 1 മണിക്കൊക്കെ ഇങ്ങനെ വരുമ്പോ അന്ന് ഈ കടുവയൊക്കെ ഇറങ്ങുന്ന കടുവ, പന്നി ഇതൊക്കെ റോഡിൽ കൂടെയൊക്കെ ഇറങ്ങാം. തലേ ദിവസം അപകടം പറ്റിയവര് പറയാം, ഓട്ടോറിക്ഷ മറിഞ്ഞു എന്ന് പറയാം. ഞങ്ങള് അവിടെ
ഒരാളെ മദ്യപിച്ച് അയാള് റോഡിന്റെ സൈഡിൽ കിടക്കുകയായിരുന്നു. അപ്പം അതിങ്ങനെ ആന കയറി പോണ സ്ഥലം. ഒരു കൂട്ടം ആന ഇങ്ങനെ പറമ്പിലേക്ക് കയറി പോണ ഒരു സ്ഥലം. അപ്പം അവിടെ അടുത്തുള്ള കുറെ ആൾക്കാര് ഇയാൾ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ആന ചവിട്ടി കൊല്ലുമല്ലോ എന്ന് കരുതിയിട്ട് ഇയാളെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഒരു പറമ്പിലേക്ക് മാറ്റി നാട്ടുകാര് അന്ന് രാത്രി പോയ ആരോ മാറ്റിയിട്ടിട്ട് പോയി. സത്യത്തിൽ ഈ ആന ബോധമില്ലാതെ കിടന്ന ഇയാളുടെ ആ രാത്രി ആനയും കണ്ട് അതിലെയും കണ്ട കയറി ചെന്ന് അയാളെ കാലിൽ ചവിട്ടി 2 കാലും തകർന്നുപോയി. അയാളെ അരയ്ക്ക് താഴെ 2 കാലും തകർന്നുപോയി. അപ്പോ അങ്ങനെ പുലി പിടിച്ചവരും ആന കാടും ഒക്കെ ഉള്ള ആ ഒരു പ്രദേശത്തൂടെ ഞാൻ ഈ രാത്രി ബൈക്കില് എൻ്റെ വീട്ടിലേക്ക് വരാറുണ്ട്. ഒരു 6 കിലോമീറ്ററോളം അതിനിടയിൽ ഫോറസ്റ്റ് ഉണ്ട്, കടുവ ഇറങ്ങുന്ന പ്രശ്നമുണ്ട്, എല്ലാം ഉണ്ട്. രാത്രി ആൾക്കാർ പുറത്തിറങ്ങാത്ത ചില സമയമുണ്ട്. അപ്പൊ ഇവിടെ രാവിലെ ആകുമ്പോൾ എനിക്ക് രാത്രി വരുന്നത് കടുവയോ ആനയോ ഒന്നും അല്ല എൻ്റെ വിഷയം. എൻ്റെ രാവിലത്തെ ചിന്തയാണ് പ്രശ്നം. ഞാൻ സിഗരറ്റ് വലിച്ചിട്ടാ വരിക. ബൈക്കിൽ ഈ തണുപ്പത്ത് വണ്ടി ഓടിച്ച് സിഗരറ്റൊക്കെ വലിച്ചിട്ട് വന്നിട്ട് ഞാൻ ഈ സിഗരറ്റ് വലിച്ചെറിയും. 1-2 സിഗരറ്റ് കത്തിച്ചത് ബൈക്കിൽ നിന്ന് വലിച്ചെറിയും. രാവിലെ ഞാൻ ആലോചിക്കുന്ന ഏക ചിന്ത, ഞാൻ വലിച്ചെറിഞ്ഞ 2 സിഗരറ്റും കൊണ്ട് കത്തി അവിടെ വൈക്കോൽ തുറവിന് തീ പിടിച്ചു. എന്തൊക്കെയോ എനിക്ക് എന്റെ പ്രധാന പ്രശ്നം രാത്രി എവിടെയോ തീ പിടിച്ചു. അത് എന്റെ സിഗരറ്റിൽ നിന്നാണ് തീ പിടിച്ചേക്കുന്നത്. ഞാൻ രാവിലെ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അവിടെ തീ പിടിച്ചതും അതിന്റെ പ്രശ്നങ്ങളും അത് ഞാനാണ് അതിലെ അപ്പൊ പോയത്. അപ്പൊ ഞാൻ യഥാർത്ഥത്തില് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന ശേഷം ആദ്യകാല ഷെയറിങ്ങുകളിൽ കേൾക്കുന്നുണ്ട്, ഈ കാര്യങ്ങൾ നിസാരം ഈ ശരിയായ കാര്യത്തിലേക്ക് ആയിരിക്കില്ല നോക്കുന്നത്. ഏതോ ഒരു ബന്ധവുമില്ലാത്ത കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ അതും എയിലെ സ്പീക്കർ മീറ്റിങ്ങുകളിൽ ഇപ്പോ അല്ലെങ്കിൽ ഡോക്ടർമാര് സ്പീക്കറായിട്ട് വരുന്ന ക്ലാസ് ഈ പറയുന്ന പിന്നെ മീറ്റിങ്ങുകളിലൊക്കെ അവർ സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ ആദ്യ കാലങ്ങളിൽ എനിക്ക് മനസ്സിൽ ഉറപ്പിക്കാനൊന്നും കഴിയില്ല. ഏറെ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ് ഈ ഭയത്തെക്കുറിച്ച്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, ഈ ഭയം എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നു എല്ലാ ഭയങ്ങളും മാറി എന്ന് പറയുന്ന ഒരു അവസ്ഥയൊന്നും വരില്ല. അത് പറയുന്നത് എന്താ പറയുക, ഒരാൾ കള്ളത്തരം പറയുമായിരിക്കും എന്ന് ഈ ആസ് ബിൽ സീസിറ്റിലൊക്കെ ബില്ല് എഴുതിയിട്ടുണ്ട്. ഇതൊരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. കാര്യങ്ങളെ മനസ്സിലാക്കുന്നു, ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഈ അനുഭവത്തിലൂടെ ഈ മറ്റേ അടി കൊണ്ട് മറ്റേ ഈ കൊല്ലൻ ഇരുമ്പ് അടിച്ച് ആ ഇരുമ്പ് ഊതി കാച്ചി എടുക്കുന്നത് പോലെ ആട്ടിക്കണ്ട് അനുഭവത്തിൽ കൂടെ കയറി വരുന്നവരാണ് ഓരോ മദ്യാസക്തനും. ഈ അനുഭവങ്ങളെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അകത്ത് വന്ന് ഓരോ പറയുന്നത് മദ്യാസക്തനാണെന്നുള്ള സമ്മതിക്കല് മനസ്സിൽ നടക്കുന്നു. തുറന്ന മനസ്ഥിതിയായിട്ടൊക്കെ കേൾക്കാൻ ശ്രമിക്കുന്നു, ആ തുറന്ന മനസ്ഥിതി എന്നിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഉള്ള അനേക പ്രക്രിയയിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ കടം മേടിച്ചവരെ കുറിച്ചുള്ള ഭയം, മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനുള്ള ഭയം. ഞാന് മദ്യപിക്കുന്ന കാലത്ത് എൻ്റെ ഓഫീസിലേക്ക് ഈ കടം മേടിക്കാൻ പോലും മദ്യപിച്ചിട്ട് പോയിട്ടുണ്ട്. കാരണം കടം മേടിക്കുന്ന ഒരാളിന് കടം ചോദിക്കണമെങ്കിൽ പോലും അത് മദ്യപിച്ചിട്ടേ ചോദിക്കാനുള്ള ധൈര്യമുള്ളൂ. അപ്പോ ഭയത്തിനെതിരെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മദ്യം കുറച്ച് ഭയം എൻ്റെ ഭയത്തെ കൊണ്ടുപോകുന്നു എന്നൊരു തോന്നല് ഉണ്ട്. 2 പെഗ് അടിച്ചു കഴിഞ്ഞാൽ ആയിരുന്നു മദ്യപാന കാലത്തിലെ. അതൊന്നും എൻ്റെ തോന്നൽ മാത്രമാണ്. ഭയം കുറയ്ക്കാൻ മദ്യപിച്ചാൽ മതി, അല്ലെങ്കിൽ അതിപ്പോ ഒരു ചിന്തയില്ലാതായാൽ മതി. പക്ഷേ
അപ്പൊ ഒരു അവസാന കാലത്തൊക്കെ ഈ മദ്യം കഴിച്ചുകൊണ്ടൊന്നും ഭയത്തെ മാറ്റാനോ നിലവിൽ എല്ലാത്തിൽ നിന്നും പൂർണ്ണമായും ഞാൻ മദ്യം കഴിച്ചാൽ പോലും എനിക്ക് അത്ര ഒരു ഭയത്തിന്റെ കുറവ് ഒന്നും സംഭവിച്ചില്ല. ഞാൻ ഈ ലോകത്ത് നിന്ന് തന്നെ വിട്ടു നിൽക്കുന്ന ഒരു വിഷാദത്തിനും കടുത്ത ഭയത്തിനും ഒക്കെ അടിമയായി എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു പോയ ഒരാളായിരുന്നു ഞാൻ. ഭീകരമായ രീതിയിൽ എനിക്ക് എല്ലാത്തിനോടും ഭയമായിരുന്നു. എനിക്ക് സത്യത്തിൽ ആൾക്കാരെ അഭിമുഖീകരിക്കാൻ ഭയമായിരുന്നു. ഒറ്റയ്ക്ക് ഉള്ള നടപ്പായിരുന്നു. സത്യം പറഞ്ഞാൽ കാറ്റടിച്ചാൽ താഴെ വീഴുന്ന തരത്തിലുള്ള രീതിയിലാണ് ഞാൻ. ഒരു ബാറിലേക്ക് പോയി ഇരിക്കുകയാണെങ്കിൽ പോലും ചുറ്റുപാടും എൻ്റെ ഒരു ഭയന്ന കണ്ണുകളോടെയാണ് ഞാൻ എല്ലാവരെയും നോക്കിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ ചില തമാശയോ എന്തൊക്കെയോ ആരോടോ എന്തൊക്കെയോ പറയുന്നത് എൻ്റെ മനസ്സിലുള്ള ചിന്തയൊന്നും അല്ല ഞാൻ പുറത്ത് പറയുന്നത്. അപ്പോ അവിടെ ഒരിക്കലും ഭയപ്പെട്ട് നിൽക്കുമ്പോ ഈ ബാറിന് ചുറ്റിനും ഒരിക്കലും ഞാൻ ഇങ്ങനെ ഇറങ്ങി ഈ ബാറില് നമ്മൾ സ്റ്റാൻഡിങ് എന്ന് പറയുമല്ലോ, ഈ പുറത്തടിച്ചിട്ട് ഇങ്ങനെ അന്നത്തെ കാലത്ത് ഈ ബാറൊക്കെ ആകെ നാശകോശമായി കിടക്കുന്ന ബാറിന്റെ ഒരു പുറകു സൈഡിൽ സിഗരറ്റൊക്കെ വലിച്ച് കുത്തിയിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരു ദിവസം ഞാനിങ്ങനെ ഒരു പരിഭ്രാന്തനായി നിൽക്കുമ്പോ ഒരു ലോട്ടറി കച്ചവടക്കാരൻ അവിടെ നിന്ന് ഒരാളോട് പറഞ്ഞിട്ട്, അയാളെ നിങ്ങൾ പോയി കണ്ടാൽ നിങ്ങൾക്ക് എന്തൊക്കെയോ അസ്വസ്ഥയും ഭയമൊക്കെ ഉണ്ട്, അയാളെ കണ്ടാൽ എല്ലാ ഭയവും അയാൾ മാറ്റിത്തരുമെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ മനസ്സിലായി അയാൾ അവിടുത്തെ ഒരു കഞ്ചാവ് കച്ചവടക്കാരനാ. അപ്പോ ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം നമ്മളെ നയിക്കപ്പെടുന്നത് ഒന്നുകിൽ മദ്യം, വീണ്ടും മദ്യം, അവിടെ നിന്ന് ഏകാന്തത, വീണ്ടും വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഈ ഒരു മാനസികാവസ്ഥയുള്ള എന്നെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ, പല മദ്യാസക്തരും തൂങ്ങിച്ചത്തതും മരണപ്പെട്ടു പോയതുമൊക്കെ ഞാൻ കാണുന്നുണ്ട്. നാട് വിട്ടു പോയവരുണ്ട്, എല്ലാം നഷ്ടപ്പെട്ട് പിന്നെ വീട് ഉപേക്ഷിച്ച് പോയ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. പല നാട്ടുകാരും വീട്ടുകാരും പലരും എന്നോട് ഒന്നും മിണ്ടാതായൊരവസ്ഥയുണ്ട്. വീട്ടിൽ ഞാൻ മാത്രമായൊരവസ്ഥയുണ്ട്. ഭാര്യയും മക്കളും എല്ലാവരും അവരെ വീട്ടിലേക്ക് പോയി. ഞാൻ തന്നെ എഴുന്നേക്കുന്നു രാവിലെ, ഞാൻ തന്നെ മദ്യം തേടി രാവിലെ അങ്ങോട്ട് ഇറങ്ങുന്നു. അത് ഞാൻ നടക്കുന്ന ഒരവസ്ഥ. എല്ലാവരും ഒരു ദയനീയ ഭാവത്തിലോ എന്നെ നോക്കുന്നുണ്ട്. അവിടെ തന്നെ ചില മനുഷ്യരെ എനിക്ക് നോക്കുമ്പോൾ ഇവരെന്നെ കുറിച്ചാണോ സംസാരിക്കുന്നതെന്ന് ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ തല കുമ്പിട്ട് പോകുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയിൽ ഉള്ള അവിടെ ഞാൻ ഇന്ന് ഓർക്കുന്നു, ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്നെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന, എനിക്ക് മെമ്മോ കിട്ടിയിട്ടുണ്ട്, ജോലിയിൽ അടുത്ത ദിവസം എന്ത് ചെയ്യണം, കുറെ ദിവസം പോകാതിരുന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അവിടെ ഞാൻ എന്ത് ചെയ്യണം, ആരോട് ചോദിക്കണം, എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്നൊരവസ്ഥ. അപ്പോ ഈ ഭയത്തിനും ഒറ്റപ്പെടലിനും ഇടയിൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന് ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ അതേ ഭയങ്ങൾ പറയുന്ന സുഹൃത്തുക്കളെ ഞാൻ കണ്ടത്. അവരിൽ പലരുമായിട്ടും എനിക്ക് സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ കഴിയും. ആൽക്കഹോളിക്സ് അനോണിമസിനുള്ളിലെ ആ ക്ലോസ്ഡ് മീറ്റിങ്ങുകളിൽ അവർ പറയുന്ന കാര്യങ്ങൾ എന്നെ ഞാനും ഇതുപോലൊരാളാണല്ലോ എന്നെനിക്ക് എനിക്ക് തോന്നി. അതിൽ തന്നെ ഞാനൊരു എന്താ പറയാ, ഭ്രാന്തിനുള്ള ചികിത്സയൊന്നും അങ്ങനെ നടത്തിയിട്ടില്ല. പക്ഷെ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത്, അദ്ദേഹം എന്താ പറയാ, അത്തരം ചില മരുന്നുകളൊക്കെ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ഷെയർ ചെയ്യുകയും പറയുന്നതൊക്കെ ഞാൻ കേട്ടു, ചില സുഹൃത്തുക്കളൊക്കെ. അപ്പൊ അവിടെ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നിരുന്ന് കുറച്ചു കാലം കൊണ്ട് ഞാൻ
ആദ്യകാലങ്ങളിൽ കേട്ട് മനസ്സിലാക്കൽ എന്നതിൻ്റെ അപ്പുറം ആ, ആ, പതുക്കെ പതുക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ആത്മീയത എന്ന് പറയുന്നതിന്റെ അടിത്തറ എന്ന് പറയുന്നത് ദൈവവിശ്വാസമാണ്. ഏറ്റവും അടിത്തറ ദൈവവിശ്വാസമാണ്. എന്നെ സംബന്ധിച്ച് അവിടെയും ഒരു വിഷയമുണ്ട്. ഞാൻ കടുത്ത ദൈവവിശ്വാസിയാണ്. മദ്യപാന സമയത്ത് ഞാൻ കടുത്ത ദൈവവിശ്വാസിയാണ്. എനിക്ക് അന്നും ഞാൻ ഓർക്കുന്ന എന്നെ അന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് ദൈവമാണ്. ഞാൻ നടത്താത്ത വഴിപാടുകളില്ല. ദിവസവും എൻ്റെ വഴിപാടുകൾ ചെയ്യല എൻ്റെ പ്രധാന കാര്യം. എന്തൊരു ചെറിയ കാര്യത്തിനും ഞാൻ അപ്പോഴേ വഴിപാട് നടത്തും. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാവുകയാണ്. കാരണം ഭയത്തിന്റെ വേറൊരു തലത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ ചില വഴിപാടുകൾ കഴിച്ചില്ലെങ്കിൽ എൻ്റെ പേടി അവിടെ എന്നെ ഒരു ഭയം കടന്നു വരും. ദൈവം എന്നോട് ഇനിയിപ്പം അത് വരാൻ കാരണം ദൈവം എന്നോട് കുഴപ്പം ചെയ്യും. ആൽക്കഹോളിക്സ് അണുമസിൽ കടന്നു വന്നപ്പോ പതുക്കെ പതുക്കെ എനിക്ക് കുറെ കാലം എനിക്കങ്ങനെ മറ്റൊരാൾ പറയുന്ന ആ ഭയത്തെക്കുറിച്ചും എന്നിലെ അതേ കുഴപ്പം അയാൾക്കുണ്ട ഉണ്ടല്ലോ എന്ന ആലോചനയും ഒക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഇടയ്ക്ക് ഞാൻ കേട്ടു, ഞാൻ ഇവിടെ വായിച്ചു, ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണ്. ഒറ്റയടിക്കൊന്നും ഇതെടുത്ത് മാറ്റപ്പെടില്ല. ഈ ഭയം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓരോരുത്തരിൽ നിന്നും അത് ഇങ്ങനെ അറിയാതെ മാറിപ്പോകും. അതിന് ഏറ്റവും വലിയ ഈ ആത്മീയ പദ്ധതിയെ പരിശീലിക്കുക എന്നുള്ളതാണ് അതിന് എനിക്ക്. അതുകൊണ്ട് തന്നെ 2-3 സ്പോൺസർമാരെ കണ്ടെത്തി. ആദ്യം ഒരു സ്പോൺസറെ കണ്ടെത്തി, പിന്നെ അദ്ദേഹത്തെ ഒഴിവായി, പിന്നെ വേറൊരാളെ കണ്ടെത്തി, പിന്നെ മൂന്നാമതൊരു സ്പോൺസറെ കണ്ടെത്തി. അതിനുശേഷം പടികൾ ചെയ്തു. അപ്പൊ ഈ സ്പോൺസറെ കണ്ടെത്തൽ പോലും, അതും ഈ പറയുന്ന ഒരു സ്പോൺസറെ ഒഴിവാക്കിയാൽ മതി എന്നൊക്കെ പറയുമ്പോഴും എല്ലാ കാര്യങ്ങളും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ എൻ്റെ സുഹൃത്തുക്കൾ പലരും ഇതിന് പറയും. അതിൽ നിന്നാണ് ഞാൻ പലതും ഉൾക്കൊള്ളുന്നത്. അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ പറയുന്ന കേട്ടു, എൻ്റെ ആദ്യത്തെ സ്പോൺസർ പിന്നെ അയാൾ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അയാൾ എൻ്റെ കാര്യം വേറൊരാളോട് പറഞ്ഞു, അല്ലെങ്കിൽ എന്നൊക്കെ ഓരോ കാര്യങ്ങൾ ഞാൻ കേൾക്കുകയാണ്. അയാള് പിന്നെ എന്താ പറയാ, വേറൊരാൾ പറഞ്ഞു, അയാളെ വീട്ടിലുള്ള ആരെയും വിളിച്ചു എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ, മറ്റൊരാളുടെ കാര്യം ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് അതിന് തോന്നിയോ, അപ്പൊ അയാൾ ആ സ്പോൺസറെ ഒഴിവാക്കി വേറൊരു സ്പോൺസറെ കണ്ടു. അല്ല, എഴുതി വച്ചേക്കുന്നത് നിങ്ങൾ ആ സ്പോൺസറോട് പോയി പറയണം, ഞാൻ പുതിയൊരാളെ കണ്ടെത്തി, ഞാൻ അതുകൊണ്ട് ഈ നാളെ മുതൽ നിങ്ങളിൽ നിന്ന് ഒഴിവാവുകയാണ്, ഞാൻ പുതിയ ആളെ. ഈ ഭയക്കാരനായി എനിക്കത് പറയാനൊന്നും കഴിയൊന്നുമില്ല. എന്നിലെ ഭയം, ആദ്യം മുതലുള്ള എന്നിലെ ഭയം, അയാളോട് ഞാൻ പോവുകയാണ്, നോ പറയാ എനിക്കറിയില്ല, അയാളടുത്തും. അപ്പോ ആദ്യകാലങ്ങളിൽ സ്പോൺസറൊക്കെ ഒഴിവാകുന്നത് ഞാൻ ശരി കേട്ടോ നിങ്ങളെ ഞാൻ നിർത്തി പോവുകയാണെന്നും അത് പറയണമെന്ന് ആഗ്രഹത്തിൽ എനിക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം വെച്ചാൽ എനിക്ക് പുതിയ സ്പോൺസർ വേണം താനും. എന്നാ ഇയാള് പതുക്കെ പതുക്കെ അയാൾ എന്നെ കുറച്ചു കാലത്തേക്ക് വിളിക്കുന്നില്ല, വർത്തമാനവും പറയുന്നില്ല. പതുക്കെ പതുക്കെ ഈ പറയുന്ന രീതിയിലൊന്നും ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടൊന്നും നിർത്തിയൊന്നുമല്ല. കുറെ കാലം അയാൾ ചെന്ന് പോയി. പിന്നെ എനിക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് തോന്നി പുതിയ സ്പോൺസറെ കണ്ടെത്തൽ. അപ്പൊ ഈ സ്പോൺസറെ ഒക്കെ കണ്ടെത്തി പടികൾ ചെയ്യാൻ ആരംഭിച്ചപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ ഓരോ തവണത്തെ ഈ പ്രതിദിന മന്നത്തിനകത്ത് ഭയത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതങ്ങനെ നോക്കുമ്പോ ഒന്നാമത്തെ 2ഉം 3ഉം മുന്നോട്ട് പോകും തോറും 269-ാമത്തെ പേജെത്തിയാലും അതുണ്ട്, ഭയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ ഓരോ സുഹൃത്തുക്കളും അവര് ഭയത്തെ കൈകാര്യം ചെയ്ത് ഭയത്തെ പിന്നെ ഒഴിവാക്കാൻ വേണ്ടി അവർ ചെയ്തത്, അതില് ആദ്യകാലങ്ങളിലൊന്നും ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ വിശ്വാസം കൊണ്ടാണെന്ന് ഉള്ള രീതിയിലൊന്നും എനിക്ക് പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാവുന്നില്ല. കാരണം എനിക്ക് കടുത്ത വിശ്വാസം ഉണ്ടെങ്കിലും എനിക്ക് ഭയമുണ്ടല്ലോ. ഞാന് ഏതുതരം വഴിപാടുകൾ കഴിച്ചാലും ഏതുതരം കാര്യങ്ങൾ ചെയ്താലും
എന്നിലെ ഭയം ആ കാലഘട്ടത്തിൽ പോലും അവിടെ നിലനിൽക്കുന്നുണ്ട്. അന്ന് ആൽക്കഹോളിക് അനോണിമസിൽ പതുക്കെ പതുക്കെ എനിക്ക് മനസ്സിലായി ഈ വിശ്വാസം. ഞാന് ഒരു ക്ഷേത്രത്തിൽ പോകാമെന്ന് കരുതി പോകാൻ പറ്റിയില്ല. അവർ വഴിപാട് കഴിക്കാമെന്ന് വഴിപാട് കഴിച്ചില്ല. എങ്കിൽ പോലും വരുന്ന ഒരു ഭയമാണ് എനിക്കുള്ളത്. അതെന്റെ ഒരു സ്വാർത്ഥതയിൽ നിന്നുള്ള ഭയം. എൻ്റെ ഈ പ്രശ്നത്തെ എനിക്ക് സാധിച്ചു തരണം എന്നതാണ് എൻ്റെ ഒരു അന്നത്തെ ഒരു വിശ്വാസത്തിന്റെ ഒരു രീതി. എന്നെ പരീക്ഷയിൽ ജയിപ്പിക്കണം. എനിക്ക് ദിവസം അന്ന് വന്ന നാളെ പിന്നെ ഞാൻ എൻ്റെ ഓഫീസറോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ 5 ദിവസം പോയില്ല. 6ാമത്തെ ദിവസം പോകുമ്പോഴത്തേക്കും അയാൾക്ക് എനിക്കെതിരെ മെമ്മോ എന്നും തലയിൽ കുഴപ്പം ഉണ്ടാക്കരുത്, അതൊന്ന് പരിഹരിച്ചു തരണം, അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക പ്രശ്നം പരിഹരിച്ചു തരണം, ഞാൻ ഒരാളോട് ചൂടായത് പരിഹരിച്ചു തരണം, ദേഷ്യപ്പെട്ടത് പരിഹരിച്ചു തരണം. എൻ്റെ ആവശ്യങ്ങളുടെ ഒരു നിറവേറ്റലുകളാണ് അന്ന് നടക്കുന്നത്. അതൊന്നും എല്ലാ തരത്തിൽപ്പെട്ട എല്ലാ മനുഷ്യന്മാരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ആൽക്കഹോളിക് അനോണിമസിൽ വന്ന് പതുക്കെ 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 ഈ വിശ്വാസത്തിന്റെ, ഈ ആത്മീയതയുടെ അടിത്തറ ദൈവവിശ്വാസം ആണെങ്കിലും ഞാൻ ആവശ്യപ്പെടുന്നു നടക്കുന്നു എന്നതിലുപരി ഞാൻ ആൽക്കഹോളിക് അനോണിമസ് തന്നെ എൻ്റെ ഭയത്തെ മാറ്റിത്തരണമേ, ഞാനൊരു മദ്യാസക്തനാണ്, എൻ്റെ ഈ ഒരു പ്രശ്നത്തെ, എൻ്റെ ഈ ഭയത്തെ ദൈവമേ അങ്ങ് വന്ന് മാറ്റിത്തരണമേ എന്ന് യാചനാപൂർവം അഭ്യർത്ഥിക്കുന്ന ഒരു അവസ്ഥ പോലും എനിക്ക് പതുക്കെ പതുക്കെ സംജാതമായി വന്നു. കാരണം എൻ്റെ എല്ലാ കാര്യത്തിലും എൻ്റെ എൻ്റെ അഭിലാഷങ്ങള്, എൻ്റെ ആശകള്, എൻ്റെ സാമ്പത്തിക പ്രശ്നം, എൻ്റെ ജീവിതത്തിലെ കുഴപ്പങ്ങള്, അതൊക്കെ ആൽക്കഹോളിക് അനോണിമസിൽ കടന്നു വരുമ്പോഴും ഞാൻ ആദ്യത്തെ വിശ്വാസത്തിൽ തന്നെയായിരുന്നു ആദ്യ കാലങ്ങളിലെല്ലാം ഉള്ളത്. എനിക്ക് അതൊക്കെ ഒന്ന് നിറവേറ്റി തരണ കാര്യങ്ങൾ. കടുത്ത അന്ധവിശ്വാസം, എന്നിൽ കടുത്ത അന്ധവിശ്വാസമുള്ളത്. കാരണം ഞാൻ ആദ്യകാലങ്ങളിൽ അമ്പലത്തിൽ പോകുന്നതിനൊക്കെയാണ് ആൽക്കഹോളിക് അനോണിമസിന്റെ മീറ്റിങ്ങിൽ പോണേ. ആൽക്കഹോളിക് അനോണിമസിന്റെ മീറ്റിങ്ങിൽ പോയിട്ട് അതിന്റെ ബിസിനസ് മീറ്റിങ്ങിലോ അതിനകത്തുള്ള ചില സുഹൃത്തുക്കളുമായിട്ടോ ഒക്കെ ഉള്ള ഇഷ്ടക്കേടുകൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ വീണ്ടും അവിടെ തന്നെ പോകും. എൻ്റെ അന്നത്തെ വിചാരം എന്ന് പറയുന്നത് ആൽക്കഹോളിക് അനോണിമസ് മീറ്റിങ്ങിൽ പോയിട്ട് ഞാനൊരു കാര്യം അങ്ങോട്ട് പറയുകയാണ്. എൻ്റെ അന്നത്തെ പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത്. ഇന്ന പ്രശ്നം ഉണ്ട്, അതെനിക്ക് മാറണം എന്ന വിശ്വാസത്തിലാണ് ഞാൻ അന്ന് മീറ്റിങ്ങുകളുടെ ആദ്യകാലങ്ങളിൽ ചെല്ലുന്നത്. അതെനിക്ക് ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു, എനിക്ക് ആ രീതിയിലാണ് ഞാനത് മനസ്സിലാക്കിയത്. അപ്പോൾ ആ മീറ്റിങ്ങിൽ പോകുന്നതോടുകൂടി എല്ലാവരും പറയും ഒരാഴ്ചത്തേക്കുള്ള ചാർജ് നിറയ്ക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഒരാഴ്ചത്തേക്കുള്ള അനുഗ്രഹത്തിനായിട്ടാണ് ഞാൻ ആ കാലങ്ങളിൽ മീറ്റിങ്ങിന് പോകും. ആ മീറ്റിങ്ങിൽ ചെന്ന് എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു, അടുത്ത ആഴ്ചക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുക. ഇനി അവിടെ ഞാൻ എൻ്റെ അറിവില്ലായ്മയും എൻ്റെ അന്നത്തെ അഹങ്കാരമോ എൻ്റെ അന്നത്തെ വലിയ ആളാവലോ ഒക്കെ ചവഞ്ഞുകൊണ്ട് മറ്റുള്ളവരോട് ഉള്ള ഇഷ്ടക്കേടുകൾ ഉണ്ടെങ്കിലും ആ ഇഷ്ടക്കേടുകൾ മറച്ചും ഞാൻ ആൽക്കഹോളിക് അനോണിമസിന്റെ മീറ്റിങ്ങിൽ പോയിരിക്കും. കാരണം ആ മീറ്റിങ്ങിൽ പോയില്ലെങ്കിൽ ഞാൻ എൻ്റെ വിശ്വാസം അനുസരിച്ച് അടുത്ത ആഴ്ചയൊക്കെ എനിക്ക് നാശകോശമാവും എന്നൊരു കാര്യം എനിക്കുണ്ടായി. കുറച്ചു കാലം കഴിഞ്ഞ് എൻ്റെ സ്പോൺസറെയൊക്കെ തിരഞ്ഞെടുത്ത് ഞാൻ പടികൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന മീറ്റിങ്ങിൽ 2 ആഴ്ച പോയില്ല എന്ന് പറയുമ്പോൾ അയ്യോ, ഞാൻ അന്നത്തെ കാലത്ത് ആകെ ഭയപ്പെട്ടിരുന്നു. ഈ പള്ളിയിലും അമ്പലത്തിലൊക്കെ പോയില്ലെങ്കിൽ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിനേക്കാൾ ഞാൻ ആദ്യ കാലങ്ങളിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ വിശ്വാസം എൻ്റെ 24 മണിക്കൂറിൽ എൻ്റെ ഒപ്പം എപ്പോഴും പ്രാർത്ഥനയും ദൈവവും ഈ ആത്മീയതയും ഈ ജീവിത രീതിയും ഞാൻ തുടരേണ്ട ആളാണ് എന്നതിന് പകരം ഞാൻ ജീവിതത്തിന് അത്രയും കാലം മനസ്സിലാക്കി വച്ചിരുന്ന അന്ധവിശ്വാസങ്ങളും എൻ്റെ പ്രാർത്ഥനയുടെ മുൻകാല അനുഭവങ്ങളുമാണ് ആൽക്കഹോളിക് അനോണിമസ് മീറ്റിങ്ങിൽ വന്നിട്ട് ഞാൻ തുടർന്നുകൊണ്ടേയിരുന്നത്. അത് മാത്രമാണ് ഞാൻ തുടർന്നുകൊണ്ടേയിരുന്നത്. അവിടെ ഞാൻ കരുതി ഈ ചില മനുഷ്യന്മാർ എന്നെക്കാളും ഭയമൊക്കെ പറഞ്ഞ് ശക്തിയുള്ളവരാണ്. പലരിലും ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കി അവരൊക്കൊന്നും ഇത്തരം ചില പ്രശ്നങ്ങളൊന്നും അവരൊക്കില്ല. എന്നിലും പതുക്കെ 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 വിശ്വാസം എന്ന് പറയുന്നത്, ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഈ പറയുന്ന പതുക്കെ മറ്റു മനുഷ്യന്മാർ പറഞ്ഞു ഇതിനകത്ത് മറ്റുള്ളവരെ സഹായിക്കലും, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ദൈവം എന്നെയും സഹായിക്കും, എൻ്റെ ഭയത്തെ അകറ്റും. അവർക്കൊരാശ്വാസം ഞാൻ കൊടുക്കുമ്പോൾ
എന്നിലും ആ ആശ്വാസം വരും. ഇത്തരം പതുക്കെ ആ ഒരു മീറ്റിങ്ങിൽ പോയി എന്നത് മാത്രമാണ് ദൈവം നിങ്ങളെ എടുക്കുന്ന എൻ്റെ ചിന്തയ്ക്ക് പകരം ഈ മീറ്റിംഗ് മാത്രമല്ല, ആ 24 മണിക്കൂറും ഞാൻ ഈ ജീവിത രീതി ഇങ്ങനെ പാലിച്ചു പോണ്ടവനാണ്. അപ്പൊ വിശ്വാസത്തെ ക്ലിയർ ചെയ്തെടുക്കാൻ എനിക്ക് കുറെ കാലങ്ങൾ വേണ്ടി വന്നു. ഇവിടെ പറയും ഈ സാമ്പത്തികമായിട്ടുള്ളപ്പോൾ എല്ലാ സുഹൃത്തുക്കളും പറഞ്ഞ ഏറ്റവും വലിയ പ്രശ്നമാണ് സാമ്പത്തികമായിട്ട്. വീട്ടിലെല്ലാം കഴിഞ്ഞ ആൽക്കഹോളിക്സ് അനോണിമസിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ. പല ഷെയറിങ്ങുകളും കേൾക്കാം. അത് കടം പറഞ്ഞു നിർത്തി പതുക്കെ പതുക്കെ കൊടുക്കാന്ന് പറഞ്ഞു, അങ്ങനെ തുടങ്ങി 100 കാര്യങ്ങൾ പറയുന്നത് കേൾക്കാം. പക്ഷേ ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 134 പേജിൽ പറഞ്ഞതുപോലെ ആത്മീയ പുരോഗതിയുടെ പുറകിലൂടെ പതുക്കെ ഭൗതിക പുരോഗതിയും കടന്നു വന്നു. അത് എല്ലാ ഏകാലിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് അതുകൊണ്ട് അത് പുസ്തകം പറയുന്നത് ഒരു ചിട്ടയായ രീതി വരുമ്പോഴത്തേക്കും അപ്പോ അതിനു വേണ്ടി കാലങ്ങൾ പതുക്കെ ചെലവഴിച്ചിട്ടുണ്ട്. എല്ലാം തികഞ്ഞവനാണ് ഞാനെന്ന് ഉള്ളത് പറയുന്നില്ല. ഇവിടെ തന്നെ ഞാൻ ഈ സ്പീക്കർ മീറ്റിങ്ങിലൊക്കെ ഇപ്പൊ സംസാരിക്കും. ഞാൻ സത്യത്തില് പലപ്പോഴും ഇപ്പൊ സ്പീക്കർ മീറ്റിങ്ങിൽ സംസാരിച്ചില്ലെങ്കിൽ പോലും പലപ്പോഴും മറ്റു ചില മീറ്റിങ്ങിലൊക്കെ സംസാരിക്കുമ്പോൾ ഈ സ്പീക്കറായിട്ട് സംസാരിക്കുന്നതിന് മുന്നേ പല സമയങ്ങളിലും സ്വന്തമായിട്ട് എൻ്റെ ഐഡിയയും കാര്യങ്ങളൊക്കെ പറയാൻ ആ ഒരു 5-10 മിനിറ്റ് ഒക്കെ ഞാൻ ആ മീറ്റിങ്ങുകൾ ഉപയോഗിക്കുമായിരുന്നു. പതുക്കെ എനിക്ക് തോന്നി ഇപ്പൊ സ്പീക്കർ മീറ്റിംഗ് സംസാരിക്കുന്നുണ്ട്, ഞാൻ എന്നെ ക്രമപ്പെടുത്തേണ്ടത് വലിയൊരു ആവശ്യമാണ്. ഞാൻ വലിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഈ സ്പീക്കർ മീറ്റിങ്ങിൽ വലിയ രീതിയിലൊക്കെ സംസാരിച്ചങ്ങ് പോയിട്ട് എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ഞാൻ എൻ്റെ വിശ്വാസത്തെയും എൻ്റെ ജീവിത രീതിയെയും കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അവിടെ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൽക്കഹോളിക്സ് അനോണിമസിൽ കൂടെ ഞാൻ കൃത്യമായിട്ടും എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് എൻ്റെ പ്രവൃത്തിയിലേക്ക് എനിക്ക് എത്രമാത്രം ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നുണ്ട്. അല്ലാതെ എത്രയോ കാലം ഞാൻ ഈ അറിവുകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പുസ്തകത്തിലെ അറിവുകൾ, എഴുതി വെച്ച അറിവുകൾ. പക്ഷെ പ്രവൃത്തി എന്ന് പറയുന്നത് പ്രാവർത്തിയാക്കും. എൻ്റെ അഹങ്കാരം വർദ്ധിക്കാതെ ഞാനിന്ന് സ്പീക്കർ മീറ്റിംഗിൽ സംസാരിച്ച് ഭയത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ഒക്കെ വലിയ വാദോര സംസാരിച്ചിട്ട് അവിടെ എൻ്റെ ഒരു അഹങ്കാരം എന്നൊരു കാര്യം എന്നിലുണ്ടാവും. ഞാൻ വലിയ അറിവുള്ളവനാണ്. അവിടെ പോയി ഞാൻ മദ്യാസക്തനാണ്, ഞാൻ വൈകാരികമായ പ്രശ്നമുള്ള ഒരാളാണ്, ഞാൻ ഇത്തരം കഷ്ടപ്പാടിൽ കൂടെ കടന്നു വന്ന ഒരാളാണ്. അതിനെനിക്ക് നന്ദിയുള്ളവനായി മാറുന്ന ഈ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഈ സംസാരിക്കുമ്പോൾ പോലും ഹലോ കേൾക്കാൻ കഴിഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് കട്ടായിരുന്നു. കേൾക്കാം. ഒരു കോൾ വന്നാ. ഞാൻ ഈ സംസാരിക്കുമ്പോൾ പോലും എൻ്റെ സംസാരത്തിന്റെ വലിയ പുസ്തകത്തിലെ വാചകങ്ങളും എൻ്റെ അറിവുകളും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളുകൊണ്ട് ഞാൻ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട, ഞാൻ വളരെ വിനയം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഇന്നും എൻ്റെ 24 മണിക്കൂറിൽ എൻ്റെ മുന്നിലേക്ക് വരുന്ന ഇന്നും ചില ഈ ഭയം എന്ന് പറയുന്നത് ഇന്നും കടന്നു വരുന്ന ആദ്യകാലങ്ങളിൽ മദ്യപിക്കുമ്പോഴും മദ്യപിച്ച ശേഷം ആദ്യകാലങ്ങളിലും ഉണ്ടാകുന്ന ഭയങ്ങളില് പല പുരോഗതി ഉണ്ടെന്ന് പറയും. സുബോധ പുരോഗതി പോലെ പല ഭയങ്ങളും മാറുമ്പോഴും ഇന്നും എൻ്റെ ജോലി സ്ഥലത്തോ എൻ്റെ മറ്റുള്ളവരോട് സംസാരിച്ചതിലോ ഞാൻ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് അവരിൽ നിന്നും കുറെ ബഹുമാനം കിട്ടണം, എനിക്ക് അവരിൽ നിന്നും ഇന്ന ആവശ്യങ്ങൾ എനിക്ക് കിട്ടണം. ഞാൻ എൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന പോലെ എൻ്റെ ആദ്യകാലങ്ങളിൽ ദൈവമേ അത് തരണം ഇത് തരണം എന്നുള്ള ഒരു ആവശ്യം പോലെ എൻ്റെ അത്തരം ആവശ്യങ്ങൾ മറ്റു മനുഷ്യന്മാരിൽ നിന്നും കിട്ടണമെന്ന് ഞാൻ ഇന്നും ആഗ്രഹിച്ചു കിടന്നാൽ അതൊന്നും കിട്ടൂല. അത് എപ്പോഴും അടിത്തറയിൽ എൻ്റെ ഭയത്തെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഞാൻ അങ്ങനെ പെരുമാറിയാലല്ലേ, ഞാൻ അങ്ങനെ സംസാരിച്ചാലല്ലേ അവരിൽ നിന്ന് എൻ്റെ തന്ത്രങ്ങളുമായിട്ട് നടന്നാൽ അവിടെ വളരെ എളിമപ്പെട്ട എൻ്റെ
മറ്റ് പടികളിൽ നിന്ന് 6-ാമത്തെ പടിയിൽ നിന്നും ഒക്കെ കണ്ടെത്തിയ എൻ്റെ ഓരോ കുഴപ്പങ്ങളെയും എൻ്റെ കുറവുകളെയും ഓരോ ദിവസവും വിലയിരുത്തിക്കൊണ്ട് അത് വെട്ടിമാറ്റിക്കൊണ്ട് മുന്നേറുമ്പോൾ എനിക്കിന്നും അറിയാം ഈ ജീവിത രീതിയിൽ എനിക്ക് കാലം കഴിയും തോറും എൻ്റെ ഭയം കുറഞ്ഞു വരും. പക്ഷെ ഇത് തുടർച്ചയായ ജീവിതം ഉടനീളമുള്ള പിന്നെ ഒരു പ്രക്രിയയാണ്. 2-ാം പടി തുടങ്ങുമ്പോൾ അന്ന് 2-ാം പടി തുടങ്ങുമ്പോൾ തന്നെ പരിപൂർണമായ ഒരു വിശ്വാസം ഞാൻ ആർജിച്ചു എന്നതിനപ്പുറം ഇപ്പോഴും ഓരോ ദിവസത്തിൽ നിന്നും കിട്ടുന്ന എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടുന്ന എൻ്റെ വായനയിൽ നിന്ന് കിട്ടുന്ന എൻ്റെ ഈ സ്പീക്കർ മീറ്റിംഗിൽ സംസാരിക്കുമ്പോൾ പോലും കിട്ടുന്ന ഈ ഒരു ആത്മീയ ജീവിത രീതിയെ വളരെ അഹങ്കാരമില്ലാതെ എളിമയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം ഈ ജീവിത രീതിയിലൂടെ ഈ പറയുന്ന സുബോധത്തോടെ ജീവിക്കാനുള്ള അവസ്ഥ. ആ സുബോധത്തിൽ ഭയം എനിക്ക് ഒഴിവാക്കാൻ കഴിയും. ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം, എൻ്റെ 3-ാമത്തെ പടിയുടെ സമയത്ത് പിന്നെ ആ പടിയുടെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്പോൺസർ പറഞ്ഞിട്ടുണ്ട് ആ ബിഗ് ബുക്കിൽ, നിങ്ങൾ പുനർജനിച്ചിരിക്കുന്നു. എന്നെ വീണ്ടും വീണ്ടും അദ്ദേഹം ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചു. പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നിട്ട് ഇപ്പോൾ നിങ്ങൾ AI-യിലാണ്. ഇനി നിങ്ങളുടെ കൂടെ ആ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആ ദൈവം ഉണ്ടാകും. പണ്ട് പിന്നെ ഇവിടെയൊക്കെ ചില AI-യിലെ സ്പീക്കർമാരൊക്കെ പറഞ്ഞ ദൈവം കൂടെ ഉണ്ടാവും, ഈ സ്വതന്ത്രമായിട്ട് എന്താ പറയാ, നിങ്ങൾ കാല് നഷ്ടപ്പെട്ടവരാണ്, പക്ഷെ നിങ്ങൾക്ക് ചിറകുകളുണ്ട്, ആകാശത്തിലൂടെ സ്വതന്ത്രമായി പറക്കാൻ കഴിയും, നിങ്ങൾക്ക് പുതിയ ഒരു വരദാനം ഈ ജീവിത രീതി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. അവിടെ എന്നോട് പറഞ്ഞു, ഈ വിശ്വാസം എന്ന് പറയുന്നതിൽ അടിത്തറപരമായിട്ട് ദൈവവിശ്വാസം, ആത്മീയതയുടെ ഈ ജീവിത രീതി പിന്തുടരുക എന്നതിനപ്പുറം കാലത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ആവേശത്തോടെ കിട്ടിയ ഒരു കാര്യമായിരുന്നു, നിങ്ങൾ ഈ പ്രക്രിയയെ, ആ പ്രക്രിയ എന്ന് പറയുന്നത് നിങ്ങൾ നമ്മുടെ ഈ പ്രോഗ്രാമിന്, ഈ ജീവിത രീതിയെ, ഈ പടികളെ പൂർണ്ണമായും വിശ്വസിക്കുക. ആ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം ഭയത്തിൽ നിന്നും നിങ്ങളെ കൊണ്ടുപോകും. ആ വിശ്വാസമാണ് ആത്മീയത. ആൽക്കഹോളിക്സ് അനോണിമസ് പകർന്നു തരുന്ന ആ ആത്മീയത, ആ വിശ്വാസം, ആ ദൈവവിശ്വാസം. അല്ലാതെ ഞാൻ പുലർത്തിക്കൊണ്ടിരുന്ന എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞുള്ള ഒരു ദൈവവിശ്വാസത്തിനപ്പുറം പുതിയൊരു വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്കിന്ന് അഹങ്കാരത്തോടെ അല്ലെങ്കിലും എനിക്ക് പറയാൻ കഴിയും, പിന്നെ എനിക്ക് അത് കിട്ടിയേക്കുന്നത് വലിയ അനുഗ്രഹം തന്നെയാണെന്ന്. അപ്പൊ ഇവിടെ പോലും എന്താണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന ഭയം എന്ന് പറഞ്ഞാൽ, ഈ ഒറ്റ ഏത് സെന്റൻസിലും ഭയം ചേർന്നിരിക്കും. പണ്ട് എനിക്ക് സന്തോഷമാണെന്ന് പറയില്ല. എനിക്ക് കാരണം എന്താ, എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം എൻ്റെ ആലോചന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പിന്നെ സന്തോഷം ഉണ്ടാവില്ല, അതൊക്കെ എൻ്റെ മനസ്സിൽ വെക്കേണ്ട കാര്യമാണ് എന്ന് തുടങ്ങി എല്ലാ കാര്യത്തിലും കൂടെ കൊണ്ടുകിടന്ന ഒരു ഭയമുണ്ട്. ആ ഭയത്തെ എനിക്ക് മാറ്റാൻ കഴിഞ്ഞു. ആൽക്കഹോളിക്സ് അനോണിമസിൽ ഇപ്പൊ ഈ സ്പീക്കർ മീറ്റിങ്ങിൽ ഇതുപോലെ മദ്യപിച്ച് പിന്നെ എന്താ പറയുക, ഇപ്പൊ വലിയ വലിയ വാക്കുകളൊക്കെ പറയുന്ന എനിക്ക് ഈ ഒരു സ്പീക്കർ മീറ്റിങ്ങിൽ സംസാരിക്കാനുള്ള ശേഷി പോലും ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു ജ്വാല കൂട്ടായ്മയാണ്. ഇതിലെ കേട്ടിരുന്ന നിങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ മെനിങ്ങാന്ന് ഒരു സുഹൃത്ത് പറയുന്നതും കേട്ടു, അടുക്കും ചിട്ടയോടും കൂടിയിട്ടൊക്കെ ആ ടൈം ഒരു ചില സമയം എടുത്തിട്ട്, ഒരു മീറ്റിങ്ങിലാണെങ്കിൽ പോലും കുറഞ്ഞ സമയം എടുത്തിപ്പോ ചില കാര്യങ്ങളൊക്കെ പറയാൻ കഴിഞ്ഞാൽ അതുപോലും മറ്റൊരാളുടെ മുന്നിൽ കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ജോലി സ്ഥലത്തോ മറ്റു സ്ഥലങ്ങളിലൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കിട്ടുന്ന ഒരു ശേഷി പോലും ആൽക്കഹോളിക്സ് അനോണിമസിൽ കൂടെ നേടിയതാണെന്ന് പറയാൻ കഴിയും. കാരണം എല്ലാ കാര്യങ്ങളിലും ഞാനത് ചെയ്താൽ ശരിയാകുമോ എന്ന ഉള്ള ഒരു ഭയം പോലും ആൽക്കഹോളിക്സ് അനോണിമസിൽ കൂടി നിർത്തിയാൽ പോലും മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇതൊക്കെ തന്നെ പിന്നെ ബാധിക്കുമായിരുന്നു. പണ്ട് ഒരു തെറ്റായ ഒരു കാര്യം, ഈ മദ്യപിക്കുന്നവർ പറഞ്ഞു കൊടുക്കുന്ന പല തെറ്റായ കാര്യങ്ങളിൽ ഒരു കാര്യമാണ്, പിന്നെ ഈ പനി വന്നാൽ കുരുമുളകിട്ട് കഴിക്കുമെന്ന് പറഞ്ഞൊക്കെയാണ് ഈ മദ്യം പോലും പിന്നെ ഇതാണ് മറ്റേ ആള് ഇന്ന ആള് 2 പെഗ് അടിച്ചിട്ടാ അയാളുടെ ചില തീരുമാനം എടുക്കുന്നത് എന്ന് തുടങ്ങുന്ന തെറ്റിദ്ധാരണകളുടെ ഒരു പടപൂരം പിന്നെ
ഇവിടെ പിന്നെ വലിയ വലിയ ആൾക്കാർ മദ്യപിക്കുന്നുണ്ട്, മറ്റേ ചിന്തകർ മദ്യപിക്കുന്നുണ്ട്. മദ്യാസക്തനാണെങ്കിൽ നമുക്കറിയാം ഒരു തുള്ളി പോലും കാഞ്ചി വലിക്കുന്നതിന് സമമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മദ്യാസക്തന് അത് പറ്റില്ല. ആ ഒരു അടിത്തട്ടിൽ നിന്നുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. എത്രയൊക്കെ വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോഴും 12ാമത്തെ പടിയിലെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ വലുതാക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഒരു ദിവസം രാവിലെ പോകുമ്പോൾ ഇന്ന് എല്ലാവരോടും എല്ലാ വ്യവഹാരങ്ങളിലും പാലിക്കണം. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ദിവസം ഞാൻ 1-ാം തീയതി ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എല്ലാവരോടും എന്താണോ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിത രീതി അതുപോലെ ആയിരിക്കണം. എൻ്റെ ആദ്യത്തെ മുന്നിൽ ഒരു പ്രമോദിനെ കണ്ടു, പ്രമോദിനോട് ആ രീതിയിൽ സംസാരിക്കണം, അവിടെ കുറ്റം എനിക്ക് വരുന്നില്ല, എൻ്റെ മനസ്സ് നല്ലതായിരിക്കണം. ഇതൊക്കെ കടന്നു പോകുമ്പോഴും വൈകുന്നേരം ആകുമ്പം ചില കുഴപ്പങ്ങളൊക്കെ സംഭവിക്കാം. അത് വിഷാദത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞു വന്നത് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സ്പീക്കർ മീറ്റിങ്ങിൽ ഞാൻ പിന്നെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഏറ്റവും വലിയ കാര്യം ഈ 1ാമത്തെ പടിയിലെ ഈ മദ്യാസക്തനാണ് ഞാനെന്നുള്ള ആ ഒരു ചിന്ത എന്നിൽ എപ്പോഴും ഉണ്ടാവണം. ആ ചിന്തയിൽ നിന്ന് എനിക്ക് കിട്ടിയ ആൽക്കഹോളിക്സ് അനോണിമസിൽ കടന്നു വന്നു, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ട്, ഒന്ന് ഉറങ്ങാൻ കഴിയുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട്. ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിച്ചത് പോലും ആ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അങ്ങനെ എനിക്ക് ഒരു ദിവസം അങ്ങനെ കുടി നിർത്തിവെക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ ആൽക്കഹോളിക്സ് പറയുന്നത് പോലെ എനിക്ക് ഭയത്തിൽ നിന്നും പിന്നെ എനിക്ക് മാറി നിൽക്കാൻ കഴിയും, എനിക്ക് സുബോധത്തോടെ ജീവിക്കാൻ കഴിയും. അതിന് വീണ്ടും വീണ്ടും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബിഗ് ബുക്ക് ആദ്യ പേജ് മുതൽ അവസാന പേജ് വരെ വായിച്ചു കഴിയുമ്പോൾ ഒറ്റൊരു കാര്യമാണ് വേണ്ടത്. എല്ലാ പേജുകളും മറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു വിശ്വാസത്തിലേക്ക്, ഈ വിശ്വാസത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയട്ടെ. ആദ്യത്തെ കാര്യത്തിൽ പറയുന്നത് പോലെ എന്നാൽ നമുക്ക് ജീവിച്ചിരിക്കാനെങ്കിലും കഴിയും. ഇത്തരം വലിയ ഒരു പ്രസ്ഥാനം പിന്നെ ഈ ഒരു കാര്യമൊക്കെ എനിക്ക് സാധിച്ചു തരും എന്നൊരു വിശ്വാസം ആണ് എന്നെ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോയത്. അടിസ്ഥാനപരമായിട്ട് പിന്നെ ഇതിനകത്ത് ആദ്യകാലങ്ങളിൽ എന്നെ സംബന്ധിച്ച് കുറച്ചു കാലം ഇത് മാത്രം ഇങ്ങനെ കേട്ടപ്പോൾ, ഇത് മാത്രം ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു കൗതുകം നഷ്ടപ്പെടലുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നടക്കും. ചില ദിവസങ്ങളിൽ ഒരു സങ്കടം വരിക, വിഷമം വരിക, ചില സാമ്പത്തിക പ്രശ്നം വരിക, പറഞ്ഞത് ശരിയാവാതിരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിനകത്തൊരു കൗതുകം നഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഇതിനൊക്കെ തന്നെ ഒരു പരിഹാരമുണ്ട്. ആ പരിഹാരം എന്ന് പറയുന്നതിന് ഒക്കെ എന്നിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ എന്നിൽ അടുത്ത രീതിയിലുള്ള ഒരു വിശ്വാസം എന്നിലേക്ക് കടന്നു വരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഏതൊക്കെ വലിയ വലിയ സെറ്റപ്പുകൾ എൻ്റെ അറിവുകളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ അപ്പുറമാണ് ഈ ദൈവികമായ ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അത് ചിലരിങ്ങനെ പറയും, ഒരു കാര്യം വരുമ്പോഴേ പിന്നെ ഞാനതെല്ലാം അങ്ങ് വിട്ടുപോയി. ഇപ്പൊ എല്ലാം ഈ വർത്താനമൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തിലും പെട്ടെന്ന് അതൊക്കെ അങ്ങ് വിട്ടുപോയി. എനിക്ക് പെട്ടെന്ന് എൻ്റെ പെട്ടെന്ന് എന്താ പറയുക, ആ ഒരു പ്രാർത്ഥനയിലേക്ക്. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങിലൊക്കെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില സുഹൃത്തുക്കളൊക്കെ അവരുടെ കഷ്ടതയുടെ എത്ര വലിയ കഷ്ടപ്പാടിനിടയിലും അവര് വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് ചില പ്രവൃത്തികൾ അവർ 2 സ്റ്റെപ്പ് പുറകോട്ട് വച്ചു, ആലോചിച്ചിട്ടൊന്ന് ചെയ്തു, ചിന്തിച്ച് ചെയ്തു എന്ന് പറയുന്നത് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകളിൽ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയം എന്നുള്ളത് മദ്യാസക്തന്റെ കൂടെ ഉള്ളൊരു കാര്യമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങിൽ വന്ന് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഇത് മാറ്റപ്പെടേണ്ട ഒന്നല്ല. ഏറെ കാലം കഴിഞ്ഞ്, കുറച്ചു കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ പലതും എൻ്റെ പല ചെറിയ ചെറിയ ഭയങ്ങൾ എന്നിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പ്രതിദിന മനത്തിൽ പറഞ്ഞതുപോലെ ലിഫ്റ്റിൽ കയറാൻ പേടിയുള്ള ഒരാളെ സഹായിച്ചപ്പോൾ അയാൾ ആ കാര്യത്തിന് മറ്റൊരാളെ സഹായിച്ചപ്പോൾ ആ സഹായത്തിലൂടെ
അയാളുടെ ഭയവും എടുത്തു മാറ്റപ്പെടുന്നതായിട്ട് മറ്റൊരു കാര്യത്തിന് സഹായം വരുന്നതായിട്ട് അയാൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയാണ് സുബോധത്തിന്റെ ഏറ്റവും വലിയ പ്രശാന്തത എന്ന് പറയുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിയുടെ ഓരോ സുഹൃത്തുക്കൾക്കും മുന്നോട്ട് പോകാനുള്ള ഒരു ചാലക ശക്തി തന്നെ ആദ്യകാലങ്ങളിൽ ചില ചെറിയ ചെറിയ ഭയങ്ങളെയൊക്കെ ചില മനുഷ്യന്മാരെ ഒന്ന് അഭിമുഖീകരിക്കാൻ കഴിഞ്ഞപ്പോഴൊക്കെയാണ് ഇതിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന തോന്നലൊക്കെ എന്നില് പിന്നെ ഉണ്ടായത്. അതിനുശേഷമാണ് വിശ്വാസത്തെ കൃത്യമായ രീതിയിൽ പതുക്കെ ചിട്ടപ്പെടുത്താൻ കഴിഞ്ഞത്. ഞാനൊരു കാര്യം പറയാം, ഞാനിപ്പോ അതുകൂടെ പറഞ്ഞ് നിർത്തുകയാണ്. ഈ വിശ്വാസം എന്ന് പറയുന്നത്, ഞാൻ ഇപ്പൊ അടുത്ത കാലത്ത് എൻ്റെ ഓഫീസിൽ ഞാൻ നോക്കുമ്പോൾ അന്നത്തെ ദിവസം ഏറെ പേര് ഈ ന്യൂ ഇയറിനന്ന് ഒരു പകുതി ആളെങ്കിലും അവര് അമ്പലത്തിലും പള്ളിയിലൊക്കെ പോയി വന്നവരാ. രാവിലെ തന്നെ പകുതി ആളെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വന്നവരാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പണ്ട് കാലത്ത് എന്തൊരു കാര്യത്തിന് മുന്നേയും കടുത്ത ഒരു വഴിപാട് വിശ്വാസമായിട്ട് എനിക്ക് ആ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അത്തരം വിശ്വാസങ്ങളിൽ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു കാര്യത്തിൽ എൻ്റെ ഓരോ 24 മണിക്കൂറിലും ഞാൻ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥന എനിക്ക് എപ്പോഴും കൂടെയുണ്ട്. അത് പതുക്കെ അല്ലെങ്കിൽ ഞാൻ രാവിലെ തന്നെ ഒരു ക്ഷേത്രത്തിൽ പോയാൽ മാത്രമേ എനിക്ക് അന്നത്തെ ദിവസം എന്നതിനപ്പുറം അതും ഞാൻ പതുക്കെ മാറ്റിയെടുത്തൊരു കാര്യമാണ്. കാരണം എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോണ ഒരാളായിരുന്നു ഞാൻ. ഈ കുടിക്കുന്ന കാലത്ത് എല്ലാ ദിവസവും രാവിലെ ക്ഷേത്രത്തിൽ പോകും. അപ്പോൾ ഒരു ദിവസം അടുത്ത ദിവസം ക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ എൻ്റെ ഭയത്തിന്റെ ഭീകരതയാണ്. ക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ എനിക്ക് അപ്പം ഞാൻ എൻ്റെ ദൈവം എന്ന് പറഞ്ഞത് ഞാൻ കരുതുന്നത് എങ്ങനെയാണ്? ഞാൻ ക്ഷേത്രത്തിൽ അതാണ് ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രത്യേകതരം ഭക്തിയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അവിടെ എനിക്ക് വ്യക്തിപരമായിട്ട് അതങ്ങനെയൊന്നും അല്ല. ക്ഷേത്രത്തില് രാവിലെ തന്നെ പോയി മാത്രമേ അന്നത്തെ ഒരു ദിവസം എനിക്ക് ശരിയാവൂ എന്നതിനപ്പുറം എൻ്റെ കൂടെ എപ്പോഴും ദൈവമുണ്ട് എന്ന സ്നേഹനിധിയായ ആ ദൈവം എൻ്റെ ഒപ്പം ഉണ്ട് എന്ന ഒരു വിശ്വാസത്തിലേക്ക് പതുക്കെ വരാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിത രീതി അത് തന്നെയാണ് അർത്ഥമാക്കുന്നതാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ മറ്റൊരാളെ സഹായിക്കാനുള്ള ഒരു ശേഷിയും എന്നിലുണ്ടാവുക. അപ്പോൾ പ്രശാന്തത ഉണ്ടാവും. ആ ഒരു വിശ്വാസത്തിന്റെ ഭയം നഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നതും ഒരു പ്രക്രിയയായി ജീവിതകാലം മൊത്തം മുന്നോട്ട് നീങ്ങുന്നതാണ്. വിശ്വാസത്തിലേക്കുള്ള യാത്രയും അതുപോലെ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും അത്തരം ഒരു ജീവിത രീതിയിലേക്ക് പൂർണ്ണമായും ഇതൊക്കെ പറയുന്ന എനിക്ക് വളരെ ശാന്തമായി എല്ലാ ദിവസവും എല്ലാ കാര്യത്തിലും പിന്നെ ഞാനത് എന്നിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു ഭയം വരാത്ത ദിവസം എന്നൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പുരോഗതി, ആൽക്കഹോളിക്സ് അനോണിമസ് പണ്ടേ പറയുന്ന ആ പുരോഗതി എന്നൊന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്നത് എനിക്ക് ഒരു സ്വർണ്ണ താലത്തിൽ വെച്ച് നീട്ടിത്തന്ന ഒരു വലിയ കാര്യം തന്നെയാണെന്ന് ഞാൻ ഓർക്കുകയാണ്. അതിന്റെ തുടക്കം നന്ദി എന്ന് പറയുന്നത് തന്നെയാണ്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തും. താങ്ക് യു ഷൈൻ ചേട്ടാ. ഇത്ര നേരം ഭയത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് എന്ന വിഷയത്തെ